നമുക്ക് സത്യത്തിൽ അതൊരു ചെറിയ ബോറടിയൊക്കെയാണ്. കുറ്റാന്വേഷണം എന്ന് പറയുന്ന ഒരു ബോറടിയാണ്. എനിക്ക് അങ്ങനെ അല്ലാത്ത പടങ്ങൾ ചെയ്യണമെന്നാണ് ആഗ്രഹം. കുറ്റാന്വേഷണ സിനിമ എഴുതാൻ വളരെ താല്പര്യമില്ലാത്ത ഒരാളാണ്. ഇപ്പോൾ ജോസഫ് ഞാൻ എഴുതിയത് എനിക്ക് സിനിമയിൽ കയറണമെങ്കിൽ ഒരു കഥ വേണം. അപ്പോൾ അങ്ങനെ കഥ പറയാൻ ഒരു കുറ്റാന്വേഷണ സിനിമ ചോദിച്ചുകൊണ്ട് കുറ്റാന്വേഷണം എൻ്റെ ആക്ച്വലി ആദ്യത്തെ സിനിമകളൊന്നും കുറ്റാന്വേഷണമല്ല. അപ്പോൾ വിൽക്കാൻ എളുപ്പം എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു പോലീസ് കഥകൾ വിത്ത് ഷാഹി കബീർ ആസ് റൈറ്റർ ആ ഒരു പാക്കേജ് വർക്ക് ആവുന്നത് കൊണ്ടാണ്. ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരു പോലീസ് ഇൻവെസ്റ്റിഗേഷൻ സിനിമ എന്ന് പറയുന്നതിൽ നമുക്ക് ഫസ്റ്റ് മൈൻഡിലേക്ക് വരുന്ന ഒരു പേര് കൂടിയാണ് ഷാഹി കബീർ. പക്ഷെ റോന്തിനകത്തേക്ക് വരുമ്പോൾ അതൊരു പരിധിവരെ പൊളിക്കുക എന്നുള്ളൊരു കാര്യം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് അപ്പോഴും പോലീസ് കഥ തന്നെ ആവുന്നുണ്ട്. ഇതിനകത്തൊരു ഹൈ ഉണ്ടോ പോലീസ് കഥകൾ പറഞ്ഞു വെക്കുന്നത്? ഇല്ല, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് രണ്ടുതരം പടങ്ങളാണ്. ഇപ്പം കുറ്റാന്വേഷണ സിനിമ എഴുതാൻ വളരെ താല്പര്യമില്ലാത്ത ഒരാളാണ്. ഇപ്പോൾ ജോസഫ് ഞാൻ എഴുതിയത് എനിക്ക് സിനിമയിൽ കയറണമെങ്കിൽ ഒരു കഥ വേണം. അപ്പോൾ അങ്ങനെ കഥ പറയാൻ ഒരു കുറ്റാന്വേഷണ സിനിമ ചോദിച്ചുകൊണ്ട് കുറ്റാന്വേഷണം എൻ്റെ ആക്ച്വലി ആദ്യത്തെ സിനിമകളൊന്നും കുറ്റാന്വേഷണമല്ല. ഞാൻ റോഷനോട് ഷൂട്ടിനിടെ പറഞ്ഞ എനിക്കൊരു പടം ചെയ്യണമെന്നുണ്ട് അഭിനയിക്കുന്നത് പറഞ്ഞ കഥ ഞാൻ ആഗ്രഹിച്ച പോലീസ് സിനിമയേ അല്ലത്. രണ്ടാമത് ഞാൻ എഴുതി അല്ലെങ്കിൽ നടക്കാതെ പോയതോ അല്ലെങ്കിൽ ഇനി നടക്കത്തില്ല എന്ന് ഉറപ്പുള്ളതോ ആയ കാലഘട്ടം മാറി കഴിഞ്ഞാൽ നടക്കാത്തതൊരു കഥയും ഒരിക്കലും കുറ്റാന്വേഷണമല്ല. ഒരു ആന്റഗണിസ്റ്റ് ആയിരുന്നു. പ്രൊട്ടഗണിസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, നായകൻ എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു സിനിമയായിരുന്നു. അതിൻ്റെ അകത്ത് കുറ്റാന്വേഷണങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ അതെല്ലാം ഒരു സിനിമ ഞാൻ കുറ്റാന്വേഷണം എഴുതാൻ പറ്റുമോ എന്നൊരു സംവിധാനം ചോദിക്കുന്നിടത്താണ് ഞാൻ ശരിക്കും ജോസഫ് എഴുതുന്നത്. പക്ഷെ നായാട്ട് എൻ്റെ ഡിഫറൻ്റ് ആണ്. എലവിട പൂഞ്ചറയും ഞാൻ കുറ്റാന്വേഷണമില്ല. വീണ്ടും ഓഫീസർ ഓൺ ഡ്യൂട്ടി വരുമ്പം ഒരു കൊമേഴ്ഷ്യൽ പടം എന്ന് പറയുന്ന ആംഗിളിൽ കുറ്റാന്വേഷണവുമായി ബന്ധപ്പെട്ട് എന്നാലും ഇമോഷൻ ആഡ് ചെയ്തിട്ടൊരു കുറ്റാന്വേഷണം പറയുന്നൊരു ഇതാണ്. കാരണം നമുക്ക് സത്യത്തിൽ അതൊരു ചെറിയ ബോറടിയൊക്കെയാണ്. കുറ്റാന്വേഷണം എന്ന് പറയുന്ന ഒരു ബോറടിയാണ്. എനിക്ക് അങ്ങനെ അല്ലാത്ത പടങ്ങൾ ചെയ്യണമെന്നാണ് ആഗ്രഹം. ഇത് മുന്നേ ഒരു ഇന്റർവ്യൂവിൽ ഞാൻ പറയുന്നത് കേട്ടത്, ഇപ്പോൾ പോലീസ് കഥകളാണെങ്കിൽ എളുപ്പം പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് ഓണാക്കി എടുക്കാൻ പറ്റുന്നു എന്നുള്ള അങ്ങനെ ഒരു കൺവിക്ഷൻ ഉണ്ടോ ഇവിടെ? അല്ല, പൊതുവെ വിൽക്കാൻ പറ്റുന്ന ഒന്നിനെയുള്ള ഇവിടെ ആരെങ്കിലും വിൽക്കാൻ പറ്റുന്ന ഒരു കാഴ്ചപ്പാട്. ഇപ്പൊ ഷാഹി ഇപ്പൊ ഞങ്ങൾ വരുമ്പോഴും നമ്മളോട് ഒരു സംവിധായകൻ എന്നെ വിളിക്കുമ്പോൾ കണ്ടായിരുന്നല്ലോ, അവർ ചോദിക്കുന്നത് പോലീസ് ക്യാരക്ടറാണ്. റഫ് ടഫ് ആയിട്ടുള്ള അവരെന്നെ ഇങ്ങോട്ട് ബ്രീഫ് വരാണ്. അപ്പൊ വിൽക്കാൻ എളുപ്പം എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു പോലീസ് കഥകൾ വിത്ത് ഷാഹി കബീർ ആസ് റൈറ്റർ ആ ഒരു പാക്കേജ് വർക്ക് ആവുന്നത് കൊണ്ടാണ്. റോഷന്റെ ക്യാരക്ടേഴ്സിൽ ഗ്രേ ഷെയ്ഡിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പൊ ഏറ്റവും ലാസ്റ്റ് കങ്കജുരയിൽ വരുന്ന സമയത്ത് അശു എന്ന് പറയുന്ന കഥാപാത്രം ആള് വരെ ആ ക്യാരക്ടർ വരെ എത്തി നിൽക്കുന്ന സമയത്ത് നമുക്ക് അതിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. വെദർ ഹീസ് റൈറ്റ് ഓർ റോങ്, ഗുഡ് ഓർ ബാഡ്, അങ്ങനെയൊന്നും ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. ഈ ഗ്രേ ഷെയ്ഡിലുള്ള ക്യാരക്ടേഴ്സിൽ കളിക്കുന്നത് ഭയങ്കര രസമുള്ള പരിപാടിയാണ്. എൻജോയബിൾ ആണ്. കാരണം നമ്മളൊക്കെ ഈ ഗ്രേസിൽ കയറി ഇറങ്ങുന്ന ആൾക്കാരല്ലേ. ആരാ ശരിക്കും അത്ര പ്യുവറായിട്ട് എല്ലാ സമയത്തും എല്ലാ നിമിഷവും ശരിയായിട്ട് തന്നെ നിൽക്കുന്നത്? അല്ലെങ്കിൽ വേറൊരാളുടെ പെർസ്പെക്റ്റീവിലെങ്കിലും നമ്മൾ എപ്പോഴെങ്കിലും ഒക്കെ തെറ്റായിട്ടാണല്ലോ പെരുമാറുന്നതോ അല്ലെങ്കിൽ നമ്മുടെ ആക്ഷൻസ് അങ്ങനെ. പക്ഷെ ഫസ്റ്റ്ലി താങ്ക് യു. ഈ മറ്റേ കനകജുറ ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ പോയതുകൊണ്ട് ഇവിടെ ആരും ഇതിനെ പറ്റിയിട്ട് ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ മാത്രം ഇതിനെ പറ്റിയിട്ട് ഒച്ചുണ്ടാക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ പേഴ്സണലി ഭയങ്കര എൻജോയ് ചെയ്തൊരു പ്രോജക്റ്റ്, ഒരു ക്യാരക്ടറും ഒക്കെ ആയിരുന്നു. അപ്പോൾ ഈ ജനറലി ഏത് ക്യാരക്ടർ വന്നാലും കുറച്ച് ഗ്രേസ് അതിനകത്തുണ്ടെങ്കിൽ എനിക്ക് ഈ മൊത്തത്തിൽ ആ ക്യാരക്ടർ കുറച്ചും കൂടെ ബിലീവബിൾ ആയിട്ട് തോന്നും. ഒരു മനുഷ്യനായിട്ട് തോന്നുന്നത് അപ്പോഴാണ്. അല്ലെങ്കിൽ നന്മയുടെ നിറകുടമായിട്ട് നിൽക്കുമ്പം ഇത് ഏതോ ഒരു മേക്ക് ബിലീവ് ലോകത്തിലെ ഏതോ ഒരു ഇമാജിനറി ക്യാരക്ടർ എന്ന് തന്നെ തോന്നുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്നതിലും അത്രയും അത്